FC ബാർസലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള കോപ്പ ഡെൽ ആദ്യ പാദ സെമി ഫൈനൽ മത്സരം 4-0. ഒരു എന്താ പറയാ, ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സരം. ആ ഒരു മത്സരത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ബാർസലോണയുടെ കീ പ്ലേയേഴ്സ് ആയിട്ടുള്ള റാഫിനെയും പെഡ്രിയും ഇല്ലാതെയാണ് ബാർസലോണ ഈ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത്. പെഡ്രിക്ക് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് പുള്ളിക്കാരി ഫെബ്രുവരിയിലുടനീളം കളിക്കാനുണ്ടാവില്ല. മാർച്ചിലായിരിക്കും പെഡ്രി ബാക്ക് ടു ബാർസലോണ സ്ക്വാഡിലേക്ക് വരിക. ഇനി റാഫിനിക്ക് അടുത്ത മത്സരത്തിൽ കളിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ആ ഒരു മെട്രോപൊളിറ്റിയൻ സ്റ്റേഡിയത്തിൽ നടന്നത് നാടകീയ നിമിഷങ്ങളായിരുന്നു. ആ ഒരു ഇതുണ്ടല്ലോ, ബാർസലോണയുടെ സ്ക്വാഡിലുള്ള ആ വീക്ക്നെസ് കറക്റ്റ് ആയിട്ട് മുതലെടുക്കാൻ സിമിയോണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബാർസലോണയ്ക്ക് രണ്ടാം പാദത്തിൽ ജയിച്ച് ഫൈനലിലേക്ക് എത്തണമെങ്കിൽ 5-0 എന്നുള്ള സ്കോറിനെങ്കിലും ബാർസ ജയിക്കണം. പകരം അത്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ പ്രവേശിക്കും. അത് ഇനി ഒരു 5-0 അങ്ങനത്തെ ഒരു സ്കോറിനൊക്കെ ജയിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിരുന്ന് കാണേണ്ട ഡേറ്റാണ്. ഇനി ബാർസലോണയുടെ ലൈനപ്പ് ഒക്കെ നോക്കുകയെങ്കിൽ അവിടെ മുമ്പിൽ യമാലും ഫെറാനും ഓൾമയായിരുന്നു. മിഡിൽ കസേഡോ അതുപോലെ തന്നെ ഫെർമിനോ ഡിജോങ് ആയിരുന്നു ബാർസലോണയുടെ ഒരു മിഡ്ഫീൽഡ് അറ്റാക്കും. അതിൽ തന്നെ ഏകദേശം ഒരു 30-38 മിനിറ്റ് ആവുന്ന സമയത്ത് തന്നെ 3 ഗോളിന് തോറ്റിരിക്കുന്ന സമയത്ത് നമ്മുടെ കസേഡോനെ ഇതാക്കിക്കൊണ്ട് നമ്മുടെ ലെവൻഡോസ്കി ആ ഒരു സെന്റർ ഫോർവേഡ് മാറി. കാരണം 3-0 ഇനി ഒരു മിഡ്ഫീൽഡ് നിന്നിട്ട് കാര്യമില്ല, കൂടുതൽ അറ്റാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഹാൻസ് ഫ്ലിക്ക്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് ഈ ഒരു മത്സരം 4-0 അവസാനിച്ചത് ബാർസലോണയുടെ ലെക്കാണ്. കാരണം ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം ഒരു 6-0 അല്ലെങ്കിൽ 7-0 എന്നുള്ള സ്കോഡിലേക്കൊക്കെ അത്ലറ്റിക്കോക്ക് കടക്കാമായിരുന്നു. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അത്ലറ്റിക്കോ അവിടെ അറ്റാക്കിങ് നടത്തിയിരുന്നത്. അതിൽ നമ്മുടെ ആന്റോണിൻ ഗ്രിസ്മാൻ, അതുപോലെ തന്നെ ഹൂലിയൻ അൽവാരസ്, പിന്നെ അതുപോലെ തന്നെ സിമിയോണി, അതുപോലെ തന്നെ ലുക്കുമാൻ, ഈ ഒരു 4 താരങ്ങളെയും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. അതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ട തോന്നിയത് നമ്മുടെ സിമിയോണിയാണ്. ചെറുക്കൻ ഒരു സീനുമില്ല, റൈറ്റ് സൈഡിൽ നിന്ന് എത്ര ചാൻസ് ആണ് ചെക്കൻ ഉണ്ടാക്കി കൊടുക്കണേ. അതും ആ ഗ്രിസ്മാൻ ഒരു ഗോളുള്ള അടിക്കാൻ സാധിച്ചത്. വേറെ ഒരു 2-3 നല്ല ചാൻസ് ഗ്രിസ്മാനൊക്കെ കിട്ടിയിരുന്നത്. അപ്പോ നമ്മൾ അത്ലറ്റിക്കോന്റെ അറ്റാക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ അതേമാതിരി പറയേണ്ട കാര്യമാണ് ബാർസലോണയുടെ ഡിഫൻസിനെ പറ്റിയിട്ട്. അവിടെ ബാർസലോണയുടെ ഡിഫൻസ് എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് വേറെ ചോദ്യമാണ്. ആ ഒരു ഹൈലൈൻ ഡിഫൻസ് ഒക്കെ മൊത്തത്തിൽ മൂഞ്ചി കിടക്കുന്ന അവസ്ഥ. ഒരു എന്താ പറയാ, ആ ഒരു എങ്ങനെ അതിനെ പറയാൻ എനിക്കറിയില്ല. അത്രയും മോശമായ ഡിഫൻസ് ആയിരുന്നു ബാർസലോണ കാഴ്ചവെച്ചത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം ഒരു 8-9 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അത്ലറ്റിക്കോന്റെ സൈഡിൽ നിന്ന് വരുന്നു. അതിൽ അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നത്. അതിൽ അതുപോലെ തന്നെ ഒന്നാമത്തെ ഗോൾ എറിക് ഗാർസിയയുടെ ബാക്ക് പാസ്, അത് സ്പൈഡർമാന് പന്ത് കിട്ടുന്നില്ല. ഒരു എന്താ പറയാ, ഹ്യൂജ് മിസ്റ്റേക്ക് ഫ്രം ദ ഗോൾ കീപ്പർ. ഒരു എറർ, അത് ഗോളാകുന്നു. അതിന് ശേഷം ആ പന്ത് ക്ലിയർ ചെയ്ത് വരുന്ന പന്തും വീണ്ടും ലുക്മാൻ ഗോൾ എടുക്കുന്നുണ്ട്. ബട്ട് ആ ഫസ്റ്റിന്റെ ആ പന്ത് ഗോളാകുന്നത് കൊണ്ട് പിന്നെ ലുക്മാൻ ആ ഗോൾ കൊടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിലുള്ള ബാർസലോണയുടെ മോശപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫ് ആ ഒരു മെട്രോപൊളിറ്റൻ ഗ്രൗണ്ടില് നമുക്കറിയാം. ഇതിനു മുമ്പ് റിയൽ മാഡ്രിഡ് ലാലിഗയിൽ അവിടെ പോയി കളിച്ച സമയത്ത് 5-2 റയൽ പരാജയപ്പെട്ടത്. അതായത് ഏകദേശം 7 കളിയോ അല്ലെങ്കിൽ 8 കളിയോ തുടർച്ചയായ വിന്നിംഗ് സ്ട്രീക്ക് ഉള്ള റിയൽ മാഡ്രിഡ് അവിടെ എത്തുമ്പോഴും 5-2 പരാജയപ്പെട്ടത്. അതേ ഒരു അവസ്ഥ FC ബാർസലോണക്കും സംഭവിക്കുകയാണ്. 4-0. അതായത് ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ 3-0 എന്നുള്ള സ്കോറിനൊക്കെ തോറ്റിട്ടുണ്ട് ബാസ ചെൽസിക്കെതിരെ ഇപ്പോ കഴിഞ്ഞ UCL. ബട്ട് 4-0 എന്നുള്ള സ്കോറിനൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ബാസ സൈഡ് തോൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ബാസയിൽ ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം അവിടെ അവർ ഇത്രയും കളിച്ചതിൽ ഒരേ ഒരു മത്സരം മാത്രമായിരുന്നു അവർ ഒരു ഗോൾ പോലും അടിക്കാതിരുന്ന ഒരു മത്സരം. അങ്ങനെ ഇന്നലത്തെ മത്സരം അതിൽ രണ്ടാമത്തെ ഒരു മത്സരമായി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ലാമിൻ യമാലിന്റെ ഒക്കെ മൊത്തത്തിലുള്ള പ്രകടനം എടുത്തു നോക്കിയാൽ നമുക്ക് പുള്ളിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് പലപ്പോഴും ആ ഒരു ടീമിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആൾക്ക് കഴിയുന്ന വിധത്തിൽ ഇൻഡിവിജ്വലി നോക്കിയിരുന്നെങ്കിലും ആ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഒന്നും കണ്ടിരുന്നില്ല. പിന്നെ ആ ഒരു മത്സരത്തിൽ പറയേണ്ട കാര്യമാണ്, ഒരു ചലഞ്ചിനും പ്ലേസ് നിൽക്കുന്നില്ല. അതായത് ആള് പോയിന്ന് കണ്ടാൽ പിടിച്ചു വലിച്ചിടും. അതിന് യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അത് FC ബാർസലോണ ആയാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ആയാലും ഒരു 1 vs 1 ചാൻസോ ഒന്നും കൊടുക്കാതെ ഒരുപാട് യെല്ലോ കാർഡുകൾ, അത് ഒരുപാട് ഫോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിമിയോണി ഡാനി ഓൾമോ ഫോളോ ചെയ്യുന്നു ഒരു രണ്ടാം പകുതിയിൽ അവസാന ഒരു 80-ാം സമയത്തൊക്കെ. അതിനുശേഷം ഒരുപാട് 3-4 താരങ്ങൾക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ എറിക്കിന് കിട്ടുന്ന റെഡ് കാർഡ്, അതും ഒരു കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ ആണ്. കാരണം ബാർസലോണയുടെ 2 ഡിഫൻസ് ഉണ്ട്. ഒന്ന് ഗാർഷ്യ, അതുപോലെ തന്നെ അറോഹോ അവരുടെ മറ്റേ സൈഡിലുണ്ട്. ബട്ട് റഫറി ആദ്യം യെല്ലോ കാർഡ് കൊടുക്കുന്നു. ബട്ട് വാർ നോക്കിയതിനു ശേഷം അതൊരു റെഡ് കാർഡിലേക്ക് മാറ്റുന്നു. ഇത്തരത്തിലുള്ള എന്താ പറയാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മൊമെന്റുകൾ തന്നിട്ടുള്ള ഒരു മത്സരമാണ് ഈ ഒരു FC ബാർസലോണയുടെ മത്സരം. അത് അത്ലറ്റിക്കോ മാഡ്രിഡും സിമിയോണിക്കും അവർ 2021 ലാലിഗ അടിച്ചതിനു ശേഷം അവർക്കൊരു കിരീടം പോലും ഇല്ല.
അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇക്കൊല്ലത്തെ ലാലിക നോക്കിക്കഴിഞ്ഞാൽ അവർ ബാസക്കെതിരെ ഏകദേശം 12 പോയിന്റോ 13 പോയിന്റോ ഡിഫറൻസിന്റെ സൈഡാണ്. അവർക്ക് ഒരിക്കലും ലാലിക അടിക്കുന്നൊന്നും 1% ചാൻസ് കൂടുതൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇക്കൊല്ലത്തെ ഒരു കിരീടം നിലനിർത്താൻ ഇനി FC ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് പോയിട്ട് ഒരു 3 ഗോളിന് തോറ്റാൽ പോലും സിമിയോണിക്കും കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ഫൈനലിൽ എത്താം. അതുപോലെ തന്നെ കോപ്പ ഡെൽറേയുടെ മറ്റൊരു ഫൈനലിൽ അത്ലറ്റിക് ക്ലബിനെ നമ്മുടെ റീൽ സോസിനാട് 1-0 പരാജയപ്പെടുത്തിയിരുന്നു. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ 2021 ശേഷം ഒരു കിരീടം നേടാം. അതായത് നമ്മളെ സിമിയോണിക്കിലെ ഏറ്റവും വലിയ വിമർശനമാണ് ഒന്നാമത് പുള്ളിക്കാരൻ യൂറോപ്പിലെ ഏറ്റവും ഹൈ പെയ്ഡ് ആയിട്ടുള്ള മാനേജറാണ്. അതും ഏകദേശം 10-15 വർഷമായിട്ട് ഇതേ ക്ലബില്. നമ്മളിപ്പോ സാബി അലൻസയുടെ കാര്യം കണ്ട ഏകദേശം 6 മാസമുള്ള പുള്ളിക്കാരന് ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരു കോൺട്രവേഴ്സ്യൽ ആയപ്പോ ടീം സാക്കിയത് അയാളെ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂറോപ്യൻ ഫുട്ബോളിൽ നടക്കുന്നത്. എസ്പെഷ്യലി ഇപ്പൊ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെൽസിയുടെ മാനേജേഴ്സ് ആക്കിയത്, യുണൈറ്റഡ് മാനേജേഴ്സ് ആക്കിയത്, അതുപോലെ തന്നെ ടോട്ടൻഹാം ഈ അടുത്തായിട്ട് 2 ദിവസം മുമ്പ് മാനേജേഴ്സ് ആക്കിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു 10-15 വർഷം കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു എന്താ പറയാ വലിയ ചോദ്യമാണ്. കാരണം 2021 ശേഷം ഏകദേശം 5 വർഷമായി ഇപ്പോ. അതിനുശേഷം ഒരു കിരീടം പോലും ആ ടീമിന് നേടാനായിട്ടില്ല. കിരീടം നേടാനായിട്ട് എത്ര ഫൈനൽ കളിച്ചു എന്നുള്ളതും വേറെ ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് FC ബാഴ്സലോണയ്ക്കെതിരെ കോപ്പ ഡെൽറേയുടെ സെമി ഫൈനലിൽ ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഈ ഒരു ടീമിന് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോപ്പ ഡെൽറേയിൽ ഇനി സെക്കൻഡ് ലെഗിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി FC ബാഴ്സലോണയുടെ ഒരു അറ്റാക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്താൽ ബാഴ്സലോണയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടി പോണ ഒരു കാര്യം കണ്ടിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫെർമിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സമയത്ത് കുണ്ടയുടെ തോന്നുന്നു ഒരു ഹെഡറൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ഷോട്ട് ഓൺ ടാർഗറ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല. പിന്നെ അത്ലറ്റികോ മാഡ്രിഡും മൊത്തത്തിൽ കളി ഡോമിനേറ്റ് ചെയ്ത കളിയായിരുന്നു. പിന്നെ അവസാനത്തിൽ കളിയുടെ ഒരു 90-ാം മിനിറ്റിലൊക്കെ സ്വർണ്ണത്തിനൊക്കെ നല്ല ചാൻസ് ഇട്ടുണ്ട്. പക്ഷെ ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. പിന്നെ അതിൽ എനിക്കൊരു ക്രേസി ഫാക്ട് ആയി തോന്നിയ സംഭവം എന്താ വെച്ചാല് ഒരു കളി ഒരു 65 മിനിറ്റ് ഒക്കെ ആയ സമയത്ത് അന്റോയിൻ ഗ്രിസ്മാന്, അതുപോലെ തന്നെ ലുക്മാന്, പിന്നെ ഹൂലിയൻ അൽവാരസൊക്കെ പിൻവലിച്ചിട്ട് ഇറക്കുന്നത് സൊർലത്ത്, അലക്സ് ബിയാന പോലത്തുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയാണ്. അതായത് യാതൊരു രീതിയിലും ഡിഫൻസിലേക്ക് ആ ടീമിനെ വലിച്ചയക്കാൻ ബാഴ്സലോണയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സിമിയോണ് തയ്യാറായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത്ലറ്റികോ മാഡ്രിഡിന്റെ ഗ്രൗണ്ടിൽ ഒരു ആതിഥേയത്വ വിജയം, ഒരു എന്താ പറയാ, ബാഴ്സലോണയ്ക്ക് ഇങ്ങനെ ആരെങ്കിലൊക്കെ ബാഴ്സലോണ ഈ ഒരു 2 വർഷം കൊണ്ടൊന്നും ആരും തോൽപ്പിച്ചിട്ടില്ല. അതായത് ഫ്ലിക്ക് വന്നതിന് ശേഷം. അപ്പൊ ആ ഒരു പേര്, ആ ഒരു കറക്റ്റ് അവരുടെ ഒരു സ്കോഡിലുള്ള ഒരു അൺബാലൻസ് മുതലെടുക്കാൻ സിമിയോണിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് ലെഗ് വരുന്നത് മാർച്ച് 3 ആണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 മത്സരം നടക്കുക. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും. അതിൽ നമ്മുടെ പെഡ്രി, റാഫീന, റാഷ്ഫോർഡ് തുടങ്ങിയ കീ പ്ലേയേഴ്സ് തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സംഭവബഹുലമായ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫുട്ബോൾ വീഡിയോസിന് വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് എടുക്കുക.